സ്വകാര്യ വ്യക്തി പൊതുകുളം നികത്തിയതായി പരാതി. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിക്ക് വെടിക്കെട്ട് പാടത്തുള്ള പൊതുകുളമാണ് നികത്തിയത്. കുളം നികത്തിയതിനെ തുടർന്ന് വർഷക്കാലത്ത് മഴവെള്ളം ഒഴുകിപ്പോകാനാകാതെ സമീപ വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ചാലക്കുടി പള്ളിക്കനാൽ റോഡിൽ നിന്നും മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനായുള്ള തോടിനോട് ചേർന്ന കുളമാണ് അനധികൃതമായി നികത്തിയത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ഈ കുളം. കുളത്തിൽ നിന്ന് മഴവെള്ളം തോട് വഴി പള്ളിത്തോട്ടിലേക്ക് ഒഴുകിപ്പോകും. പാടശേഖരമായിരുന്ന ഈ സ്ഥലം ഇപ്പോൾ മണ്ണടിച്ച് നികത്തിയിട്ടുണ്ട്. സ്ഥലം വൃത്തിയാക്കുന്നതിന്റെ മറവിലാണ് കുളം നികത്തിയിരിക്കുന്നത്. തോട്ടിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താനായി കോൺക്രീറ്റ് നടത്തുന്ന പ്രവർത്തികൾ ആരംഭിച്ചെങ്കിലും നാട്ടുകാർ ഇടപെട്ട് പ്രവർത്തികൾ നിർത്തിവെപ്പിച്ചു. ഇത് പാടശേഖരമാണ്. ഈ പാടശേഖരം നികത്തിയപ്പോഴും ഈ കുളം നികത്താനുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത ആരായാലും ഈ കുളം ഇവിടെ നികത്താൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, ഈ കുളം തുറക്കണം. ഇത് വില്ലേജിൽ പോയതിൻ്റെ രേഖകൾ കിട്ടും. ഈ കുളം മൂടാൻ ഈ പ്രദേശവാസികൾ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് കാരണമുണ്ട്. നൂറ്റാണ്ടുകളായിട്ട് ഇതിലെ പോകുന്ന എല്ലാ വെള്ളവും 2018 വെള്ളം വന്നപ്പോൾ പോലും ഈ പ്രദേശത്തെ ചില പ്രദേശങ്ങൾ ഒഴിവായി നിന്നത് ഈ കുളം കൂടെയുള്ള കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഇതാരാ ഇത് ചെയ്തതെന്ന് വെച്ചാൽ പിന്മാറണമെന്നും ഈ കുളം തുറക്കണമെന്നും ഈ പ്രദേശവാസി എന്ന നിലയ്ക്ക് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. കുളം നികത്തിയതിനെ തുടർന്ന് വർഷക്കാലത്ത് മഴവെള്ളം ഒഴുകിപ്പോകാനാകാതെ സമീപ വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന് നാട്ടുകാർ പറഞ്ഞു. നമുക്ക് ഇവിടെ കൊല്ലങ്ങളായിട്ടുള്ള ഈ കുളമാണ്. ഇത് നികത്തിയില്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഈ വരുന്ന മഴക്കാലത്ത് നമ്മുടെ വീടുകളൊക്കെ വെള്ളം നിറയും. എൻ്റെ വീടായാലും ഈ ഏരിയ മൊത്തം ഈ പാടഭാഗത്തിൻ്റെ സൈഡിൽ താമസിക്കുന്ന എല്ലാ വീടുകളിലും ഇവിടെ വെള്ളം നിറയും. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മളെല്ലാവരും ബുദ്ധിമുട്ടിലാവും. ഈ കുഴി പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാണ്ട് നമ്മൾ ഇതിന് എതിരായിട്ട് നിന്ന് എല്ലാവരും ഒന്നു ചേർന്ന് നിൽക്കും. വിവരമറിഞ്ഞ നഗരസഭാ പ്രതിപക്ഷ കക്ഷി ലീഡർ ജിൽ ആന്റണി, വാർഡ് കൗൺസിലർ അൽഫോൺസ ചാക്കോ, CK വിൻസെന്റ് എന്നിവരും സ്ഥലത്തെത്തി. മണ്ണെടുത്തുമാറ്റി കുളം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, ചാലക്കുടി.